Hi friends, welcome to Tasty Foods. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ട് സിമ്പിൾ റൈസ് ഡിഷസ് ആണ്. കോക്കനട്ട് റൈസ് ആൻഡ് ക്യാരറ്റ് മട്ടർ റൈസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ do subscribe to my channel. So let's get started and check out the video. ആദ്യമായി കോക്കനട്ട് റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, ആവശ്യത്തിന് കറിവേപ്പില, 3-4 വറ്റൽമുളക്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് കുറച്ച് പീനട്ട്സ് ആൻഡ് കാഷ്യൂസ് കൂടി ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് ചിരകിയ തേങ്ങ 1 കപ്പ് ചേർക്കുക. 1 മുറി തേങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സിംഗ് 1 മിനിറ്റിലധികം ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ റോസ്റ്റ് ആയാൽ കോക്കനട്ട് റൈസിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടും. ഇതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ചത് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. സ്വാദിഷ്ടമായ കോക്കനട്ട് റൈസ് തയ്യാറായിരിക്കുന്നു. Now let's check out the recipe of carrot mutton rice. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഇതിലേക്ക് 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, ചെറുതായി അരിഞ്ഞ ഇഞ്ചി 1.5 ടീസ്പൂൺ, 1 പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുക. കുറച്ചു നേരം വഴറ്റിയതിന് ശേഷം സെയിം പാനിലേക്ക് 1 മുട്ട ചേർക്കുക. അല്പം ഉപ്പും 1/2 ടീസ്പൂൺ ക്രഷ്ഡ് കുരുമുളകും ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. വെജിറ്റേറിയൻസിന് എഗ്ഗിന് പകരം പനീർ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ചത് ചേർക്കുക. അടുത്തതായി സാഫ്രൺ വാട്ടർ ആണ് നമ്മൾ ചേർക്കുന്നത്. കൂടുതൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ അല്പം കുങ്കുമപ്പൂ ചേർത്താണ് നമ്മൾ സാഫ്രൺ വാട്ടർ തയ്യാറാക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റ് മട്ടർ റൈസ് തയ്യാറായിരിക്കുന്നു. സോ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഈ 2 റൈസ് ഡിഷസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ do subscribe to my channel. See you in the next video.